എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കറണ്ട് പോയല്ലോ, ഷൂട്ടിംഗ് മുടങ്ങുക ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ വൈദ്യുതിയെ കുറിച്ചിട്ടാണ്. ഈ കറണ്ട് കട്ട് അല്ലെങ്കിൽ പവർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഏകദേശം 20 മാസമായി യൂറോപ്പിൽ വന്നിട്ട് ഇംഗ്ലണ്ടിലെത്തിയതിനു ശേഷം ഞങ്ങൾ കേംബ്രിഡ്ജിലാണ് ഉള്ളത്. ഈ കേംബ്രിഡ്ജിൽ ഞങ്ങൾക്ക് 20 മാസമായിട്ട് കറണ്ട് പോയിട്ടില്ല. ഇനി മറ്റുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ യൂറോപ്പിലാണ് ഉള്ളത്, ഇംഗ്ലണ്ടിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഏരിയയിൽ കറണ്ട് കട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വൈദ്യുതി ഇങ്ങനെ നിലയ്ക്കാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ഫീൽഡ് ഇലക്ട്രിസിറ്റി ആയതുകൊണ്ടും വൈദ്യുതിയെ കുറിച്ചിട്ട് പഠിച്ചതുകൊണ്ടും അതിനെക്കുറിച്ചിട്ടുള്ള ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ഒരു റിസർച്ച് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നതിനെ റിസർച്ച് എന്നാണല്ലോ പറയണേ. അപ്പം അങ്ങനെ നമ്മൾ അത് ചെയ്യണ സമയത്ത് നമുക്ക് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണം എന്ന് താല്പര്യമുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. സബ്സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എനിക്ക് വിളിച്ച് പറഞ്ഞു തരിക കൂടി ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ എന്നോട് പറഞ്ഞ് എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സിബി ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി ടോക്കിന്റെ ഇടയിൽ വന്നൊരു കാര്യമാണ്. ഞാനിങ്ങനെ സർപ്രൈസറാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കറണ്ട് ഇത്രയായിട്ടും പോവാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഫുള്ള് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. കുറേ അധികം ഫോട്ടോസ് അയച്ചു തന്നു. പക്ഷെ ആ ഫോട്ടോസ് ഒന്നും നമുക്ക് ഈ UK ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഫോട്ടോസ് ആയതുകൊണ്ട് നമുക്കത് വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ഗൂഗിളിൽ നിന്ന് ഞാൻ 1-2 ഫോട്ടോസ് എടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ടെക്നോളജി അല്ലെങ്കിൽ എന്ത് സംഭവം മൂലമാണ് നമുക്ക് ഇത്ര കറണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇവരിവിടെ യൂസ് ചെയ്യുന്നത്. രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പ് കാലങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യണ പവർ മാക്സിമം ഡിമാൻഡ് ഉള്ള സമയത്ത് കൊടുക്കുകയും പകൽ സമയത്ത് നമുക്ക് സ്റ്റോറേജ് ചെയ്യുകയും പകൽ ഉണ്ടാക്കുന്ന വൈദ്യുതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് രാത്രിയിൽ നമുക്ക് അത് ലോഡായിട്ട് തിരിച്ചു തരികയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് ഇവനെല്ലാം എടുക്കുന്നത് ബാറ്ററികളിൽ നിന്നാണ്. ബസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നാണ്. ഈ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ ലണ്ടൻ വിശേഷങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BESS, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഇത് ലോകം മുഴുവൻ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അമേരിക്ക, യൂറോപ്പ്, പല രാജ്യങ്ങളും. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറഞ്ഞത് ടെസ്ലയുടെ ടെട്രാ മെഗാ പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാറ്ററിയാണ്. അപ്പോൾ ആ ബാറ്ററിയെ കുറിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ബാറ്ററിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 23,000 കിലോ മുതൽ 30,000 കിലോ വരെയാണ് ഒരു ബാറ്ററിയുടെ വെയിറ്റ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കുറച്ചൊരു ഐഡിയ ഒക്കെ കിട്ടിയപ്പോഴാണ്. നമ്മൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താണ്? മഴ പെയ്യുന്നു, വെള്ളത്തിന്റെ ടാങ്കിൽ ഇടുക്കി ഡാമിൽ സ്റ്റോർ ചെയ്യുന്നു, ഇടുക്കി ഡാമിൽ നിന്ന് മൂലാറ്റത്തേക്ക് പവർ ഹൗസിലേക്ക് പോകുന്നു, അവിടെ ടർബൈൻ കറക്കുന്നു, ജനറേറ്റ് ചെയ്യുന്നു. ആ ഉണ്ടാകുന്ന വൈദ്യുതി നമ്മൾ ഇങ്ങനെ പോകുന്നു, പ്രസരണമായിട്ട് പോകുന്നു, കുറെ ട്രാൻസ്മിഷൻ ലോസ് ആയിട്ട് പോകുന്നു, കുറെ ആളുകൾക്ക് കിട്ടുന്നു. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു പോസ്റ്റ് ഒടിഞ്ഞാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ആ ഒരു മാസത്തേക്ക്, അല്ലെങ്കിൽ ഒരു 3 ദിവസത്തേക്ക്, അല്ലെങ്കിൽ 4 ദിവസത്തേക്ക് കറണ്ട് ഇല്ല. പോസ്റ്റ് കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ പോസ്റ്റൊക്കെ വേഗം നമുക്ക് പിടിപ്പിക്കുന്നുണ്ട്. പണ്ട് 3-4 ദിവസമൊക്കെ ആണെങ്കിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 4-5 മണിക്കൂറിനുള്ളിൽ ഒക്കെ റീപ്ലേസ് ചെയ്ത് KSB അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ടർബൈനുകൾ കൂടുതലായിട്ട് 6 ജനറേറ്ററുകളും പ്രവർത്തിച്ചു, അത് കഴിഞ്ഞിട്ട് ആ ടർബൈൻ കത്തിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സോഴ്സുകളെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്താൻ നമുക്ക് പല സമയത്തും പറ്റുന്നില്ല. ഇപ്പോൾ ഇടുക്കി എക്സ്പാൻഷൻ പ്രോജക്റ്റ് വരുന്നുണ്ട്, രണ്ടാമതൊരു പവർ ഹൗസ് കൂടി KCB അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജികൾസ് ഉണ്ടല്ലോ, വിൻഡ്, സോളാർ പവർ, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ആ പവറൊക്കെ നമുക്ക് പകല് അത്യാവശ്യം നല്ല മെഗാവാട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന, ആ ജനറേറ്റ് ചെയ്യുന്ന പവർ നമുക്ക് അത്രയും പകല് ഇവിടെ യൂസേജ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് അത് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം രാത്രി കാലങ്ങളിൽ ഹൈ ഡിമാൻഡ് വരും. ഇപ്പോൾ ലണ്ടൻ ടൗണിലൊക്കെയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, സബ്സ്റ്റേഷനിൽ എഞ്ചിനീയറായിട്ട് 22 വർഷമായിട്ട് യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു അദ്ദേഹമാണ്.
അപ്പോൾ മൂപ്പരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിൽ ഹൈ ഡിമാൻഡാണ് സിബി. ആ ഹൈ ഡിമാൻഡിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാളും വലിയ വലിയ കണ്ടെയ്നർ ടൈപ്പ് ബാറ്ററികളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കണ്ടെയ്നർ ടൈപ്പ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയുടെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 മെഗാവാട്ട് സ്റ്റോർ ചെയ്യുന്ന ബാറ്ററി, 1 മെഗാവാട്ട് സ്റ്റോർ ചെയ്യുന്ന ബാറ്ററിയുടെ 20 അടി നീളം ഉണ്ടാവും ആ ബാറ്ററിക്ക്. 20 അടി എന്ന് പറയുമ്പോൾ ഏകദേശം 6 മീറ്റർ ലെങ്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മീൻ കൃഷിയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരു മീൻകുളത്തിന്റെയൊക്കെ വ്യാപ്തി, അതിന്റെ വ്യാപ്തം ഉണ്ടല്ലോ, അത്രയും ഏരിയയിലൊക്കെ വരുന്ന ഒരു ബാറ്ററിയാണ് 1 മെഗാവാട്ടിന് ഉപയോഗിക്കുന്ന ബാറ്ററി. അപ്പോൾ 20 ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മീറ്റർ ലെങ്ത് ആയിട്ടോ. അതിന്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 2.5 മീറ്റർ, 2.5 മീറ്റർ വീതിയും അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2.98 എന്ന് വെച്ചാൽ ഒരു 3 മീറ്ററോളം പൊക്കം. 3 മീറ്റർ പൊക്കവും 2.5 മീറ്റർ വീതിയും 6 മീറ്റർ ലെങ്ത്തും ഉള്ള കണ്ടെയ്നർ ടൈപ്പ് ബാറ്ററികളിലാണ് ഈ പറഞ്ഞ വൈദ്യുതി സ്റ്റോർ ചെയ്യുന്നത്. ഈ പറഞ്ഞ വൈദ്യുതി സ്റ്റോർ ചെയ്തതിന് ശേഷം അത് നമുക്ക് ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇൻവെർട്ടർ UPS ഒക്കെ ചെയ്യുന്ന ഫംഗ്ഷൻ പോലെ അതിന്റെ ഭീമാൻ സംഭവങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ബസ് സിസ്റ്റത്തിൽ. ഇവിടെ മാത്രമല്ല, കാലിഫോർണിയയിലുണ്ട്, ടെസ്ലയുടെ ടെട്രാപാക്ക് ഉപയോഗിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നാട്ടില് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തതുകൊണ്ടാണോ അതോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഇനി ആയാലും ഇപ്പോഴാണെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്രയധികം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, എത്രയധികം. ഇതൊന്നും ഇന്നൊന്നിലേയും തുടങ്ങിയതൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇവരെല്ലാം, കാരണം ഇവരുടെ നെസസിറ്റിയാണ്. പറയാൻ കാരണം വേറെ ഒന്നുമില്ല, നിവൃത്തികേട് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. നമ്മുടെ നാട്ടിൽ ഈ വൈദ്യുതി വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അത്രയൊന്നും ഇങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. എഫിഷ്യൻസി, അതുപോലെ തന്നെ ഈ എഫിഷ്യൻസി നമ്മൾ ഇത്ര പൈസ മുടക്കി കഴിഞ്ഞാൽ അതിനുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ ഒത്തിരി സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളൊന്നും ഇതൊന്നും യൂസ് ചെയ്യാത്തത് കേട്ടോ. എന്നാലും നമ്മുടെ കൊച്ചി സിയാലൊക്കെ സോളാർ പവറിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സോളാർ പവറിൽ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വെച്ചിട്ട് രാത്രിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും എയർപോർട്ടിന്റെ കൺട്രോളിങ് ഫുള്ള് അതിലാണ് ഉപയോഗിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റ് നമ്മുടെ കൊച്ചി സിയാലാണ്. അപ്പോൾ ബസ് സിസ്റ്റം ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഗ്രിഡുകളിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഗ്രിഡിൽ നിന്ന് എടുക്കുകയും ചെയ്യാൻ പറ്റും, ഗ്രിഡിലോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. അതിൽ എഫിഷ്യൻസി കൂടുതലായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ബാറ്ററികൾ ഉപയോഗിച്ചിട്ട് EV വെഹിക്കിൾസ് ഓടിക്കാൻ പറ്റും. അപ്പോൾ EVയിൽ എന്ന് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിളിൽ ഓടിക്കുന്നത്, ഇപ്പം നമ്മളെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ടാറ്റയുടെ നെക്സൺ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 450 കിലോയാണ് ഒരു ബാറ്ററിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരു കാറിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ 450 കിലോയാണ് ഒരു ബാറ്ററിക്കുള്ളത്. അപ്പോൾ അതുപോലെ ഈ 23,000 കിലോയ്ക്കുള്ള ഒരു ബാറ്ററിയെ കുറിച്ച് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, എത്രത്തോളം വലിപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം സൈസ് ഉണ്ടാവും, എത്രത്തോളം പവർ കപ്പാസിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യം. ഇപ്പൊ യൂറോപ്പിലുള്ളതിലും വെച്ചിട്ട് ഏറ്റവും വലിയൊരു പ്ലാന്റ് ഉണ്ട്, 196 മെഗാവാട്ടിന്റെ ബാറ്ററി പ്ലാന്റ് ആണ്, ബെസ്റ്റ് സിസ്റ്റം ആണ് അത്. അവര് 3 ലക്ഷം കുടുംബത്തിലേക്കാണ് ബാറ്ററി ബാക്കപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഈ 3 ലക്ഷം കുടുംബത്തിന് കറണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ സമയത്തേക്ക് ഷട്ട് ഡൗണോ സബ്സ്റ്റേഷനിൽ എന്തെങ്കിലും വർക്കോ, അല്ലെങ്കിൽ ഈവൻ ഒരു ഫീഡർ ബ്രേക്ക് ആവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, അണ്ടർഗ്രൗണ്ട് കേബിൾ ട്രിപ്പ് ആവുമോ അല്ലെങ്കിൽ ഡാമേജ് ആവുമോ, ഒരു 99.9% ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർഗ്രൗണ്ട് ആണ്, ട്രാൻസ്മിഷൻ ഓവർഹെഡ് ആണ്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് നമ്മൾ ലിങ്കൺ ഷെയർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ കണ്ട് അവിടുന്ന് ഓവർഹെഡ് ട്രാൻസ്മിഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അണ്ടർഗ്രൗണ്ട് കേബിൾ അല്ല. ഗൾഫുകളിലൊക്കെ നമ്മളിപ്പോൾ ജോലി എടുക്കുന്ന സമയത്ത് ട്രാൻസ്മിഷൻ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ടർബൈനാണ് ജനറേഷന് ഉപയോഗിക്കുന്നത് പവർ. അവിടുന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് അണ്ടർഗ്രൗണ്ട് കേബിളുകൾ വഴി, സിംഗിൾ കോർ വലിയ കേബിളുകൾ വഴിയാണ്. 132 kVയുടെ കേബിളൊക്കെയാണ് ഗൾഫിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓവർഹെഡ് കേബിൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കേബിൾ ഉണ്ടാവുമായിരിക്കും, എന്നിരുന്നാലും ഓവർഹെഡ് ട്രാൻസ്മിഷനാണ് ഇവിടെ യൂറോപ്പിൽ അധികമായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. കാരണം ഇവിടുത്തെ വെതർ അത്ര ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ പോലെ മരമൊന്നും ഒടിഞ്ഞാടുന്ന രീതിയിലുള്ള ഒരു പ്രദേശമല്ല ഈ യൂറോപ്പ്, ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോസിലൊക്കെ പല വീഡിയോസിലും കണ്ടറിയാൻ പറ്റും, വലിയ വലിയ ഭീമാകാരമായിട്ടുള്ള മരങ്ങളൊന്നും ഇവിടെ ഇല്ല. ചെറിയ മരങ്ങൾ ബൗണ്ടറി വോളായിട്ട് നട്ടുപിടിപ്പിച്ചേക്കുന്ന കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെയാണ് ഉള്ളത്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞത് ഓവർഹെഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അണ്ടർഗ്രൗണ്ട് കേബിള് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വന്നിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് കേബിളാണ്. അതുകൊണ്ട് തന്നെ വലിയ ലോസുകൾ കുറവായിരിക്കും. കേബിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ലോസ് കുറവായിരിക്കും.
ലോസ് ഇല്ല എന്നല്ല പറയണത്, എന്നാലും ഉണ്ടാവും. എന്നിരുന്നാൽ പോലും നമുക്ക് ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. നാട്ടിലൊക്കെ അങ്ങനെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള കേബിളൊക്കെ ഇടാനുള്ള ചെലവുകൾ ഭയങ്കരമാണ്. അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുന്നതിന് ഡക്റ്റുകൾ വേണം, അതുപോലെ തന്നെ അത് JCB വെച്ച് മാന്തി പൊട്ടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറെ അധികം ഡിഫിക്കൽട്ടീസ് നമ്മുടെ നാടും ഇവിടെ ആയിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. കാരണം പിന്നെ നമ്മുടെ കുന്നും സമതല ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, നമ്മുടെ കുന്നും മലകളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും കേബിള് അണ്ടർഗ്രൗണ്ട് മണ്ണിന്റെ അടിയിൽ കൂടെ കേബിൾ കുഴിച്ചു കൊണ്ടുവന്നിട്ട് ട്രാൻസ്ഫോമർ കയറ്റി അവിടെ നിന്ന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടിയാണ്. പിന്നെ നമ്മുടെ ഒരു നാടിന്റെ ഒരു മനസ്സിലാക്കിയേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു വീട് കഴിഞ്ഞ് ഒരു 5 സെന്റിലുള്ള ഒരു വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 സെന്റ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീട് വരിക. അപ്പൊ എത്രയും ദൂരം വീണ്ടും നമ്മൾ പുതിയ കേബിള് ലേ ചെയ്ത് കൊണ്ടുപോകണം. അതൊക്കെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 മുതൽ 150 വീടുകൾ വരെ ഒരു റോഡിന്റെ ഇടതും വലതുമായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു മെയിൻ കേബിൾ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്ഫോമർ കയറ്റി അവിടെ നിന്ന് ബ്രാഞ്ച് ആയിട്ടുള്ള ഈ ഇവിടത്തെ വീടിന്റെ പണികളെല്ലാം നടക്കുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അണ്ടർഗ്രൗണ്ട് പൈപ്പിങ്, വാട്ടർ, വേസ്റ്റ് വാട്ടർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കല്, ഇതിന്റെ എല്ലാം നെറ്റ്വർക്കിന്റെ കേബിളുകൾ, ഇതെല്ലാം അവർ വൺസ് വീടിന്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇട്ട് വീടിന്റെ അകത്ത് എവിടെയാണ് കയറേണ്ടതെന്ന് വെച്ചാൽ അതത് ഡ്രോയിങ് പ്രകാരം അത് ടിപ്പിക്കലാണ്. ഒന്നാമത്തെ വീട്ടിൽ കയറി രണ്ടാമത്തെ വീട്ടിലോട്ട് അടുത്ത ലൈൻ പോയി, അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലയുടെ നെറ്റ് പോകണ പോലെ ഇലേനെ നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ ഒരു മെയിൻ സ്റ്റെം. ആ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ ഓരോ ബ്രാഞ്ചുകൾ, കുഞ്ഞു കുഞ്ഞു വരകൾ പോകുമല്ലോ, അതുപോലെയാണ് ഇവിടുത്തെ നെറ്റ്വർക്കിംഗ് സിസ്റ്റം. നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളും സംഭവങ്ങളും ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ അവര് ഇതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ കറണ്ട് ബ്രേക്ക് ഡൗൺ ഒന്നും വരാതെ ഇത്രയും നാളായിട്ടും ബ്രേക്ക് ഡൗൺ ഒന്നും വരാതെ ഇവര് നമുക്ക് നല്ല സർവീസുകൾ തരുന്നത്. സിമ്പിളായിട്ട് നമ്മളത് ഇവിടെ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. കാരണം നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ -ഡിഗ്രിയാണ് പുറത്തൊക്കെ ഉണ്ടാവുക. ഒരു ദിവസമൊക്കെ കറണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് തണുപ്പ് കയറും, നമ്മുടെ പെരയ്ക്കകത്തേക്ക് നല്ല തണുപ്പ് വരും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. നമുക്കിവിടെ ഒന്നും നാട്ടിലെ പോലത്തെ എന്താ പറയുക, അടുപ്പൊന്നും പൂട്ടിച്ചു തീ കായാനോ അങ്ങനെയുള്ള അവസരങ്ങളൊന്നുമില്ല. കറണ്ട് ഇല്ലേ കഴിഞ്ഞു. ഇലക്ട്രിക് ഹീറ്റർ വർക്ക് ചെയ്യില്ല, അതുപോലെ ബോയിലർ വർക്ക് ചെയ്യില്ല. നമുക്കിപ്പോൾ നമ്മുടെ ബോയിലർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഹീറ്ററൊക്കെ ഓരോ മുറിയിലും വെക്കാൻ മാത്രമുള്ള കുഞ്ഞു തേപ്പൂട്ടിയുടെ വലുപ്പത്തിലുള്ള ഹീറ്റർ നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. അതുപോലെ തന്നെ തുണി ഉണങ്ങുന്ന ഡ്രയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ പണി പാലുമ്പളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് യൂറോപ്പിലുള്ള എല്ലാ കുടുംബത്തിലും. അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് പോവില്ല. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് എങ്ങനെയാണ് ഈ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യണത്, അല്ലെങ്കിൽ നമ്മുടെ ടെർമിനൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫ്യൂസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ 24 hours നമുക്ക് ഇലക്ട്രീഷ്യന്മാർ അവൈലബിൾ ആണ്. നമ്മൾ ഓൺലൈനിൽ പോവുക, ഓൺലൈനിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി വേഗം തന്നെ ബുക്ക് ചെയ്യുക. അത് ബ്രേക്ക് ഡൗൺ ആണോ എന്ന് നോക്കുക. 24 മണിക്കൂറും നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള പൈസ കൊടുക്കണം. നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പൈസ കൊടുത്ത് അവരുടെ അക്കൗണ്ടിൽ നമ്മൾ ആ അപ്പോയിന്റ്മെന്റ് ഓക്കെ ആയി നമ്മുടെ ബ്രേക്ക് ഡൗണിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞ് മീൻസ് ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ രാത്രിയിൽ ഒരു ഫ്യൂസ് കത്തിപ്പോയി, നമ്മുടെ അടുത്ത് ഫ്യൂസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തായിട്ട് വേറെ ഇലക്ട്രീഷ്യന്മാരില്ല, നമുക്ക് സ്വന്തമായിട്ട് പണിയെടുക്കാനുള്ള അധികാരം ഇല്ല എന്ന് ഓൾറെഡി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള എന്താണ്, നമ്മൾ ഇലക്ട്രീഷ്യന്മാരെ വിളിക്കുക, ഓൺലൈനിൽ എടുക്കുക, സർവീസ് എടുക്കുക, 24 അസിസ്റ്റൻസിൽ കൊടുക്കുക. അവർ വീട്ടിൽ വരുന്നു, അവർ ഫ്യൂസ് കൊണ്ടുവരുന്നു, അവർ ഫ്യൂസ് മാറ്റുന്നു. അവർക്ക് 1 മണിക്കൂർ ജോലി എടുക്കുന്നതിന് എത്ര എമൗണ്ട് ആണെന്നുള്ള ഒരു കൊട്ടേഷൻ അവർ തന്നിട്ടായിരിക്കും വരിക. അപ്പോൾ അവർ ആ പൈസ നമ്മൾ അവരുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ക്യാഷ് കൈ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയില്ല ഇവിടെ. അവര് ആ കൂലി കിട്ടുന്ന വ്യക്തി അതിന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ഇത്ര രൂപ ടാക്സ് സർക്കാരിലേക്ക് അടയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മളപ്പോൾ കറണ്ട് 18-20 മാസമായിട്ട് ഒരു ബ്രേക്ക് ഡൗൺ പോലും വന്നിട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എന്താണ് അതിന്റെ സിസ്റ്റം എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം. മറ്റൊരു വിശേഷവും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ബൈ.